ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാങ്ങ പുളിശ്ശേരിയാണ്. അതിനേക്കായിട്ടൊരു പച്ചമാങ്ങ, ഒരു ചെറിയ പച്ചമാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക്, ഒരു 2 പിടി നമ്മുടെ തേങ്ങ, 2 പിടി തേങ്ങ മതി കേട്ടോ. നമ്മുടെ കയ്യിൽ 2 പിടി തേങ്ങ, ഒരു 3 അല്ലി വെളുത്തുള്ളി, അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ നല്ല ജീരകം അതൊരല്പം ഇടാം, പിന്നെ ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടാം കേട്ടോ. ഇതെല്ലാം നമ്മുടെ ഒരളവിന് അങ്ങ് ഇട്ടാൽ മതി. അത് നല്ല രീതിയിൽ അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് നല്ല രീതിയിൽ മഷി പോലെ അരച്ചെടുക്കുക. നമ്മൾ നോർമലി വീട്ടിൽ ഒഴിച്ചുകൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ അരയ്ക്കുന്ന പോലെ നല്ല മഷി രൂപത്തിൽ ഇതുപോലെ അരച്ചെടുക്കാം. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് മിക്സിയുടെ അരപ്പും കൂടി കഴുകി ഇതിലോട്ടേക്ക് ഒഴിക്കാം. നമുക്ക് കടുക് താളിക്കാനുള്ള സവാള ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണ് കേട്ടോ നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതെടുക്കുകയാണ്. ഇനി ഞങ്ങൾ നോർമലി ഒഴിച്ചുകൂട്ടാൻ വയ്ക്കുന്ന പാത്രമാണ്. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് ഞങ്ങൾക്ക് അളവറിയാൻ പറ്റും. എന്നിട്ട് നമുക്കതിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കടുക് താളിക്കാം. അതിലേക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്പം കടുകിട്ട് പൊട്ടിക്കാം. ഒരു വറ്റൽമുളകും കൂടി പൊട്ടിച്ചിട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ കറിവേപ്പിലില്ലാത്തതുകൊണ്ടാണ്, അതുകൊണ്ടുള്ളവർ അതും കൂടി ഇടുക. എന്നിട്ട് ഞാൻ അരിഞ്ഞ് വെച്ച് സവാളയും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് കടുക് താളിക്കാനായിട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കാം. ഇതൊന്നെങ്കിൽ ഒഴിച്ചുകൂട്ടാൻ നേരത്തെ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ കടുക് താളിച്ചിട്ട് അല്പം മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് അതൊരു പുറമേ ഡെക്കറേഷനായിട്ടോ അല്ലെങ്കിൽ പുറമേ ഇടുന്നത് നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കിയിൽ ഞാൻ ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സർ അങ്ങോട്ട് ഒഴിക്കും. എന്നിട്ടൊന്ന് നല്ല രീതിയിൽ ചൂടാക്കും. തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. നല്ല രീതിയിലൊന്ന് ചൂടാവണം, അത്രേ വേണ്ടൂ. ചൂടായ ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഞാനൊരു സെർവിങ് ബോളിലേക്ക് മാറ്റുകയാണ്. ഇത് ആവശ്യത്തിനുള്ള ഒരു 3 പേർക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. 2 നേരത്തേക്കായിട്ട് നേരത്തെ മാറ്റി വെച്ച മിക്സും കൂടി ഞാൻ ഇതിലേക്ക് മുകളിലേക്ക് ഇടുകയാണ്. അതൊരു ഡെക്കറേഷൻ മാതിരി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് വെരി ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.